ഹേ ഗൈസ്, ഇന്നൊരു കുട്ടി ഷോർട്ട് ബ്ലോഗാണ്. രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് ഞാൻ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഞാനും അമ്മയും കൂടെ ഇന്ന് ഗുരുവായൂർ പോവുകയാണ്. അപ്പം ഞങ്ങൾ ആദ്യം തൃശ്ശൂർ ഇറങ്ങിയിട്ടാണ് ഗുരുവായൂർ പോയത്. സോ രാവിലെ 5:30 ട്രെയിൻ. അങ്ങനെ ട്രെയിനിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. അങ്ങനെ ട്രെയിൻ കയറി ഞാനും അമ്മയും മാത്രമല്ല, എൻ്റെ 2 ഫ്രണ്ട്സായിട്ട് മിത്ര അനക്കുണ്ട്. ഇതാണ് മിത്ര, ഇതാണ് അനക്ക. അപ്പോൾ ഒരാൾ തിരുവല്ലയിൽ നിന്ന്, ഒരാൾ കോട്ടയത്തു നിന്നുമാണ് കയറിയത്. എന്നിട്ട് ഞങ്ങൾ തൃശ്ശൂർ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ പോവുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ നേരെ ഗുരുവായൂർക്ക് പോയത്. അവിടെ നിന്ന് ഞങ്ങൾ ഒരു പ്രൈവറ്റ് ബസ് എടുത്തിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഗുരുവായൂർ പ്രൈവറ്റ് ബസ് കയറിയിട്ടാണ് ഗുരുവായൂർ പോയത്. എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് ഗുരുവായൂർ. ഞാൻ എല്ലാ മാസം പോകാനായിട്ട് അവിടെ പോകാനായിട്ട് നോക്കാറുണ്ട്. പറ്റുമ്പോഴൊക്കെ ഞാൻ പോവും. എന്നിട്ട് ഞങ്ങൾ റൂം എടുത്തത് അമ്പലത്തിൻ്റെ ഈസ്റ്റ് നടയോട് ചേർന്നൊരു ഹോട്ടലിലാണ്. ഞങ്ങൾ എപ്പോൾ വന്നാലും അവിടെയാണ് സ്റ്റേ ചെയ്യാറ്. കാരണം തൊട്ടടുത്താണ്, നമുക്ക് എല്ലാം കാണാൻ പറ്റും. എന്നിട്ട് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്തു. ബിഗ് ബോസ് ഒക്കെ കണ്ട് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും ഫ്രഷപ്പായി റെഡി ആയിട്ട് അമ്പലത്തിൽ തൊഴാനായിട്ട് പോയി. വൈകുന്നേരമായിട്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് വലിയ ക്ലിപ്സൊന്നും എടുത്തില്ല. എന്നിട്ട് വീണ്ടും റൂമിലേക്ക് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ വീണ്ടും കുറച്ച് വീഡിയോസും ഷോർട്സൊക്കെ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ ഫോണുമായിട്ട് ഇറങ്ങി. പിന്നെ ഒബ്വിയസ്ലി എയർ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി എനിക്ക് എന്തായാലും ഫോട്ടോസ് എടുക്കണം. ഇവരെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വിടത്തില്ല. ഇവരൊക്കെയാണ് എൻ്റെ മോഡൽസ്. അങ്ങനെ ഞാൻ എൻ്റെ എയർ ഫോട്ടോഗ്രാഫിക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഫോട്ടോസ് കിട്ടി. നല്ല ഫോട്ടോസായിരുന്നു, അടിപൊളി ഔട്ട്പുട്ട് കിട്ടി. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതൊരു ഫോട്ടോഗ്രാഫിൻ്റെ കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് ആംഗിളിലും എങ്ങനെ വേണം നമ്മൾ എടുത്താലേ നമുക്ക് സാധനം നല്ലത് കിട്ടത്തുള്ളൂ. പിന്നെ മിത്ര എനിക്ക് കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തതാണ്. എനിക്കിപ്പോൾ അങ്ങനെ ഫോട്ടോയ്ക്ക് അധികം പോസ് ചെയ്യുന്ന ഇഷ്ടമല്ല, എടുത്തു കൊടുക്കുന്നതാണ് ഇഷ്ടം. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കടകളിലൊക്കെ കയറി ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. നെസ്കഫേ ഈസ് മൈ ഫേവറേറ്റ് തിങ്. ഞാൻ അവിടെ വന്ന ഒരിക്കലും മിസ് ചെയ്യാത്തൊരു സാധനമാണ് നെസ്കഫേയിലെ ഒരു ചായ. എന്നിട്ട് ഞങ്ങൾ രാത്രിത്തെ ഡിന്നർ കഴിക്കാൻ കയറി. ഞങ്ങൾ ഡിന്നറും കഴിച്ചിട്ട് ഞാൻ അമ്മയെ റൂമിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടി അവിടെ ഇവിടെയൊക്കെ ഷോപ്സിലൊക്കെ കയറി എല്ലാം നോക്കി. എന്നിട്ട് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരുപാട് അരങ്ങേറ്റുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ കുറേ ഷോപ്സിലൊക്കെ കയറി സാധനങ്ങളൊക്കെ നോക്കി. എനിക്കാണെങ്കിൽ ഡോൾസ് എപ്പോൾ ഗുരുവായൂർ തന്നാലും ഞാൻ ഓരോ പാവയെ മേടിച്ചിട്ടാണ് വരുന്നത്. എനിക്ക് പാവ ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഷൂട്ട് ചെയ്യാനായിട്ട് പോയി. ഇപ്പം ഞങ്ങൾ പ്രോപ്പർട്ടി ആയിട്ട് ഓടക്കുഴലും മയിൽപ്പീലിയൊക്കെ മേടിച്ചിട്ട് അങ്ങനെ നല്ല ഫോട്ടോസ് അത് വെച്ചിട്ട് കിട്ടി. എന്നിട്ട് ഞങ്ങൾ രാത്രി റൂമിൽ വന്ന് പെയ്തുകൊണ്ട് ഒരു 11-12 എന്നിട്ട് ഞങ്ങൾ കയറി കിടന്ന് ഉറങ്ങി. ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു. എന്നിട്ട് നെക്സ്റ്റ് ഡേ വീണ്ടും രാവിലെ ഞങ്ങൾ ദർശനത്തിനായിട്ട് പോയി. അപ്പോൾ ഫോണൊന്നും എടുത്തില്ല, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും രാവിലെ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടെയും പോയിട്ട് പിന്നെ മമ്മിയൂർ അമ്പലത്തിലും പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂമിൽ നിന്നുള്ള വ്യൂ. അപ്പം എന്നിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഒരു ഉച്ച 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചെക്കൗട്ടായി. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ നിന്ന് പ്രൈവറ്റ് ബസ് കയറി തൃശ്ശൂർ പോയിട്ട്, തൃശ്ശൂരിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് 3:30 തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ. അങ്ങനെ ഞങ്ങളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. എന്താ പറയുക, വാസ് എ വണ്ടർഫുൾ എന്താ പറയുക, ഇതൊരു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലവും കൂടിയുണ്ട്. എപ്പോഴും എനിക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര വിഷമമാണ്. നെക്സ്റ്റ് എപ്പോൾ വരും, അല്ലെങ്കിൽ അടുത്ത വരുന്ന വരെയുള്ളൊരു വെയിറ്റിംഗ് ആണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പം തന്നെ പ്രൈവറ്റ് ബസ് കയറി. ഏതാണ്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തൃശ്ശൂരെത്തി. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വീണ്ടും ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചിട്ട് പിന്നെ നേരെ സ്റ്റേഷനിൽ പോയി ഇരിക്കുമായിരുന്നു. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് എന്താ പറയുക, ഞങ്ങൾ 3 പേരും ഇതിന് മുന്നേ ഇപ്പം ഞങ്ങളുടെ കോളേജൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ വന്നായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും പല വഴിക്ക് പഠിക്കാൻ പോകുന്നതിന് മുന്നേ ഒന്നും കൂടി നമുക്ക് ഒരുമിച്ച് വരണം. അപ്പോൾ ദൈവം സഹായിച്ചാൽ അത് ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും ഒന്നുകൂടെ വരാൻ പറ്റി. ഇനി എപ്പോഴാണ് എല്ലാവരും കൂടെ ഇങ്ങനെ വരാമെന്നൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് അതും ഒരു വിഷമമായിരുന്നു. ഇനിയിപ്പോൾ എല്ലാവരും പല വഴിക്കായി. എന്നിട്ട് ഞങ്ങൾ ട്രെയിൻ കയറി. എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ ഫോട്ടോസാണെങ്കിലും വീഡിയോസും എല്ലാം എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനങ്ങനെ എഡിറ്റിംഗ് വർക്ക്സൊക്കെ ആയിട്ട് അങ്ങനെ അനക്ക കോട്ടയത്തും ഇറങ്ങി, നമ്മുടെ മിത്ര തിരുവല്ല സ്റ്റേഷനിൽ ഇറങ്ങി. അങ്ങനെ എല്ലാവരും പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. ഇനി എപ്പോഴാണ് എന്താ കാണുമെന്നൊന്നും അറിയില്ല. ട്രിവാൻഡ്രത്ത് ട്രെയിൻ എത്തുമ്പം 10 മണിയാവും. അങ്ങനെ ട്രെയിൻ അവിടെ എത്തി, അച്ഛൻ വന്ന് പിക്ക് ചെയ്തു. പിന്നെ ഫ്രഷപ്പായി കിടന്നുറങ്ങി. സോ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വ്ളോഗ്.